നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലൈംഗികാതിക്രമ കേസുകളിൽ കുടുങ്ങിയ കൊല്ലം MLA M. മുകേഷിനെ സംരക്ഷിച്ച് CPM. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിനുള്ള തെളിവുകൾ പക്കലുണ്ടെന്നുമുള്ള മുകേഷിന്റെ വാദങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെ സംസ്ഥാന സമിതി യോഗത്തിലും പാർട്ടി ഒന്നടങ്കം മുകേഷിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കേസുമായി മുകേഷ് മുന്നോട്ടു പോകും. MLA-മാർക്കെതിരായ കേസുകൾ ചൂണ്ടിക്കാട്ടിയും വിഷയത്തിൽ പാർട്ടി പ്രതിരോധം തീർത്തു. കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതും മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഇളവുകളും ആനുകൂല്യങ്ങളും നൽകുന്ന ആംനസ്റ്റി പദ്ധതി കുടിശ്ശികക്കാർ പ്രയോജനപ്പെടുത്തണമെന്ന് ഓൾ കേരള കൺസ്യൂമേഴ്സ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ GST ഫെസിലിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് ഷെവലിയർ C. ചാക്കുണ്ണി, നിയമോപദേഷ്ടാവും മുൻ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുമായ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവർ ആവശ്യപ്പെട്ടു. GST വരുന്നത് വരെയുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുടിശ്ശികക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഓൺലൈനായി ആംനസ്റ്റി സ്കീമിലേക്ക് അപേക്ഷിക്കുന്നതിന് സഹായിക്കാൻ എല്ലാ ജില്ലകളിലും സംസ്ഥാന GST ജോയിന്റ് കമ്മീഷണർമാരുടെ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ധനകാര്യമന്ത്രിക്കും GST വകുപ്പിനും അസോസിയേഷൻ നിവേദനം അയച്ചു. 30% മാത്രം അടച്ചാൽ മതി. അതിനോടനുബന്ധിച്ച് വരുന്ന പെനാൽറ്റികളും ഇൻട്രസ്റ്റും ഒക്കെ ഒഴിവാക്കുന്നതാണ്. 10 ലക്ഷത്തിനും 1 കോടിക്കും ഇടയ്ക്കുള്ള കുടിശ്ശികകളുണ്ടെങ്കിൽ അത് 40% മാത്രം അടച്ച് തീർക്കാവുന്നതാണ്. അപ്പീൽ പെൻഡിംഗ് ഉള്ള കേസുകളാണ് 40%. അപ്പീൽ പെൻഡിംഗ് ഇല്ലാത്ത കേസാണെങ്കിൽ ആ നികുതി കുടിശ്ശികയുടെ 50% അടയ്ക്കണം. 1 കോടിക്കും മുകളിലുള്ള കുടിശ്ശിക തീർക്കണം എന്നുണ്ടെങ്കിൽ അപ്പീൽ പെൻഡിംഗുള്ള കേസുകളിൽ 70%, അപ്പീൽ പെൻഡിംഗ് ഇല്ല എന്ന കേസാണെങ്കിൽ അതിൽ 80% അടച്ചു തീർത്താൽ ഈ കുടിശ്ശികകൾ മുഴുവൻ തന്നെ തീർപ്പാക്കപ്പെടുന്നതാണ്.